അമ്മേനെ പറ്റിയാണല്ലോ ഞാൻ പറയേണ്ടത്. അവളെപ്പറ്റി പറയേണ്ടി വരുമ്പോൾ കൊച്ചിലെ തൊട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതായത് ഇവള് എൻ്റെ ഉള്ളിലെ ജന്മം എടുക്കുന്ന ആ സമയം എന്ന് പറയുന്നത് തന്നെ ഒരു അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ്. എനിക്കൊരു എന്തോ ഞാൻ 24 വയസ്സിൽ വിവാഹം കഴിഞ്ഞ് 25 വയസ്സിലേക്ക് കടക്കുമ്പോഴേ എനിക്ക് അപ്രതീക്ഷിതമായി കിട്ടിയൊരു ഭാഗ്യമാണ്. അമ്മയും മകളും എന്നുള്ളതിൽ കൂടുതൽ ഒരു എന്താ പറയുന്നത്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വഴക്ക് കൂടും, പിന്നെയും കൂട്ടാവും. അങ്ങനെ ഒരു റിലേഷനാണ് ഞങ്ങൾ തമ്മിലുള്ളത് എപ്പോഴും. അമ്മ എങ്ങനെയുണ്ട്? എന്തേലും പറ അഭിപ്രായം. മലയാളി മങ്കിയുടെ അമ്മ. അവൾക്ക് ദേഷ്യം വരുമ്പോഴും വിശപ്പ് വരുമ്പോഴും ക്ഷീണം വരുമ്പോഴും ഒക്കെ വഴക്ക് പറയാനുള്ള ഒരാളാണ് അമ്മ. പക്ഷേ അവൾക്ക് അതുപോലെ പ്രാധാന്യമുള്ള ആളുമാണ് അമ്മ. അമ്മയ്ക്ക് എന്തെങ്കിലും വേദന വരുമ്പോഴും അവൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാറുണ്ട്. മറ്റാരെക്കാളും പെട്ടെന്ന് എൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് അവൾ പിടിച്ചെടുക്കാറുണ്ട്, ഞാൻ പറയാതെ തന്നെ. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഹലോ, വാ പെട്ടെന്ന് വാ. സുന്ദരൻ, ഈ മുണ്ടെടുക്കാനാണ് നീ പാടുപെട്ട്. അടിപൊളി. ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയൂ, രണ്ടു പേര്. അടിപൊളി വരുമോൻ മോളു എന്ന് പറഞ്ഞാല് എനിക്ക് ചേച്ചിയെ പോലെയല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് ചേച്ചി അനിയത്തി ബന്ധം എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പ് പോലെയാണ്. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് അമ്മയെ പോലെയാണ്. ചിലപ്പോൾ അമ്മയെക്കാൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് മോളു. അവൾ അമ്മയുടെ അത്ര പോലും ലിബറലല്ല. പക്ഷേ എങ്കിലും ഭയങ്കര സ്നേഹം ഉണ്ടെന്നറിയാം, കുറച്ച് അധികം സ്നേഹം ഉണ്ടെന്നറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നറിയാം. പിന്നെ മിസ് ചെയ്യുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം മിസ്സൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ കുഞ്ഞിലെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ പുള്ളി ഹോസ്റ്റലിലാണ്. അപ്പം വെക്കേഷനൊക്കെ വരുന്ന ഒരാളാണ്. അതുകൊണ്ട് മിസ്സിങ് ഇല്ല. എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. ആൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് അത് വലിയ കാര്യമാണ്. ഇൻഡിപെൻഡൻ്റ് ആണ് ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ. ഞങ്ങളുടെ എല്ലാ കസിൻസിലും ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരാളാണ്.
എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനമാണുള്ളത്. അല്ലാതെ വിഷമം പോയി അങ്ങനെ ഒരു സംഭവമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവർക്കൊരു ഓൾ ദി ബെസ്റ്റ് പറയുന്നു. പവനജ സ്തുതി പാത്ര പാവന ചരിത്ര പവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര പവനജ സ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. ഗൗരി എന്ന് പറയുമ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു ലൈഫിൽ ഏറ്റവും വലിയ ദിവസം ഇത്ര അടിപൊളിയായിട്ട് കഴിയുന്നതിൽ ഭയങ്കര സന്തോഷം നിൽക്കുക. ഞാൻ എന്താ പറയുക, എനിക്ക് പറയാനിപ്പോൾ എനിക്ക് മിക്സഡ് ഇമോഷൻസാണ്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. ഒരു ഭയങ്കരമായിട്ട് പ്യുവർ സോളാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയും എനിക്ക് ഇമോഷണലി ഭയങ്കര എനിക്ക് സന്തോഷ സങ്കടം നിറഞ്ഞൊരു ദിവസമായിരുന്നു. എന്താ പറയണ്ടേ, ഇത്രയും നല്ലൊരു ഫ്രണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്ര എനിക്ക് ஆசைமுகம் குழலாட பாவை தவம் உனக்காக நாடி வரும் நிழலாக துணையாக வா. நானிலமும் திரையாட வாழ்த்தி வரும் மதியாட பெருமைகள் ஒளியாக வழியாக வா. ஆசைமுகம் உனக்காக ஆனங்களும் எதற்காக ஓடும் நதி புனலாட உறவாடவா. ഗൗരി എൻ്റെ ഫസ്റ്റ് എവർ ഫ്രണ്ടാണ് കേട്ടോ. ഗൗരിയാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ഫ്രണ്ട്. ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്, ഞങ്ങൾ നെയ്ബേഴ്സാണ്, ഞങ്ങൾ ഫ്രണ്ട്സാണ്. വി ആർ ലൈക്ക് സിസ്റ്റേഴ്സ്, ബെസ്റ്റ് ഫ്രണ്ട്, ഫാമിലി, അങ്ങനെ എല്ലാമാണ്. ഇറ്റ്സ് മോർ ദാൻ 25 years കൂടുതൽ ആയിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ കൂട്ടുകൂടി നടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എനിക്കൊരു ഫണ്ണി തിങ് പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു കൊറിയോഗ്രാഫർ കൂടിയാണ് ഗൗരി. അതെ, ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ വിക്രം എന്നാണ് അവൾ അറിയപ്പെടാറ് സ്കൂളിൽ. അവളൊരു നല്ലൊരു സ്പോർട്സ് പേഴ്സൺ ആണ്. ഞങ്ങളുടെ ഗ്യാങ്ങിലെ ഏറ്റവും ഫണ്ണിയസ്റ്റ് പേഴ്സൺ ഗൗരിയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ല ഹാപ്പി മാരീഡ് ലൈഫ്.